സംശയം മൂവി പേരുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റും സംശയം തന്നെ ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ സിനിമ കണ്ടപ്പോൾ അത് തന്നെയാണ് സംഭവം. ഒരു സംശയത്തിലൂടെ തന്നെയാണ് കഥ പുരോഗമിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ കുറേ പോരായ്മകളും എനിക്ക് തോന്നി, അതേപോലെ നല്ല കാര്യങ്ങളും തോന്നി, ഇഷ്ടമായ കാര്യങ്ങളും തോന്നി. അപ്പോൾ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം എനിക്ക് ഇഷ്ടമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ ഞങ്ങൾ ഒരു റിവ്യൂ ചാനൽ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ദൗത്യം കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചാനലാണിത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഈ സിനിമയിൽ ഉണ്ടാകുന്ന ആ സംശയം അത് ശരിക്ക് പറഞ്ഞാൽ ഒരു മണ്ടൻ സംശയമാണ്. കാരണം ഈ സംശയം തോന്നണമെങ്കിൽ ഒന്ന് അത് നമ്മൾ കണ്ടിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ശാസ്ത്രീയമായ എന്തെങ്കിലും ഒരു തെളിവ് അതിന് കാരണമായിട്ട് ഉണ്ടാകണം. എന്തിന് ഇങ്ങനെ സംശയിക്കാൻ? പക്ഷേ ഇങ്ങനെയൊന്നുമില്ലാതെ ഒരു മണ്ടൻ സംശയവുമായിട്ടാണ് ഇതിലെ മനോജ് കഥാപാത്രത്തിലൂടെ, മനോജനും അതേപോലെ വിമല കഥാപാത്രത്തിലൂടെയും ഈ സിനിമ പുരോഗമിക്കുന്നത്. അത് തന്നെ വലിയൊരു മണ്ടത്തരമായി പോയി. ശരി, മണ്ടത്തരത്തിലൂടെ ഈ കഥ അങ്ങനെ മുന്നോട്ട് പോയാൽ അതിലെന്തായാലും കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ അതങ്ങനെ നമ്മൾക്ക് വിചാരിച്ച് സിനിമ കണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ സിനിമയുടെ അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കഥ എത്തും എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നുമില്ല. കാരണം അവസാനം ആവുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ടാണ് പോകുന്നത്, സംഭവങ്ങളൊക്കെ സീരിയസ് ആവുകയാണ്. പക്ഷേ ഈ സിനിമയിലെ ഒരു മണ്ടത്തരത്തിന് ശരിക്കും അങ്ങനെയല്ല വരേണ്ടത്, വേറെ രീതിയിലാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് വരേണ്ടത്. പക്ഷെ അത് വരുന്നില്ല. ശരി, എന്നാലും അവർ അത് സീരിയസ് ആക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. ആ സീരിയസ് ആയിട്ട് വന്ന ആ ഒരു അവസാനത്തെ ഒരു സംഭവം എന്താണോ അതിനനുസരിച്ച രീതിയിൽ വേണം ഒരു ക്ലൈമാക്സ് വരാൻ. അതും വരുന്നില്ല. കാരണം ഈ സിനിമയിൽ കാണിക്കുന്ന രീതിയിൽ അവസാനമാകുമ്പോഴേക്കും ആ കാര്യങ്ങൾ വളരെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കുന്ന കുടുംബങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിന് പൊരുത്തപ്പെട്ടുകൊണ്ട് അതിന് യഥാർത്ഥത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. ഇതിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഞാനിതിൻ്റെ കഥയോ കാര്യങ്ങളോ ഒന്നും കടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഈ റിവ്യൂ പറയുന്നത്. കാരണം ഇത് സംശയം എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലർ ആവും, കഥ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ കാര്യത്തിലേക്ക് എത്തുമ്പോൾ എന്തായാലും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്ലൈമാക്സ് ഈ സിനിമയ്ക്ക് വരുന്നില്ല. പിന്നെ അങ്ങനെ ക്ലൈമാക്സും കഴിഞ്ഞിട്ട് ആ സിനിമ കഴിഞ്ഞു പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതാ വിനയ് ഫോർട്ടിൻ്റെ അച്ഛൻ്റെ കഥാപാത്രത്തിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നു. അതാണെങ്കിലോ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാത്ത രീതിയിലാണ് ആ ഭാഗം, അവസാനത്തെ ആ കുറച്ച് ഭാഗം അവർ എടുത്തിരിക്കുന്നത്. എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി, പക്ഷെ ഞാൻ സിനിമ കഴിഞ്ഞു പറഞ്ഞിട്ട് എഴുന്നേറ്റു കേട്ടോ. അതിന് ശേഷമാണ് അങ്ങനെ ഒരു ഭാഗം അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലല്ല ആ അവസാനത്തെ ആ ഒരു കുറച്ച് നിമിഷങ്ങൾ വെച്ചിരിക്കുന്നത്. അതവർക്ക് ക്ലിയർ ആക്കാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു മണ്ടൻ സംശയം, ആ മണ്ടൻ സംശയം പോയി എത്തുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യത്തിൽ. പക്ഷേ അതിനുശേഷം സംഭവിക്കേണ്ട കാര്യങ്ങൾ ഒരു നല്ല രീതിയിൽ നടക്കുന്നുമില്ല. അങ്ങനെ ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നതും ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും രാജേഷ് രവിയാണ്. അദ്ദേഹം ഡയറക്ഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കഥയുടെ കാര്യത്തിൽ ഒഴിച്ച് ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. പക്ഷേ ഈ കഥയിൽ അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു, അത് ഉൾക്കൊള്ളുന്ന രീതിയിലൊരു കഥ ആക്കാമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോരായ്മകൾ ഈ സിനിമയിൽ എനിക്ക് തോന്നി. ഇനി എനിക്കിതിൽ ഇഷ്ടമായ കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ഇങ്ങനെ ഒരു സംശയം തോന്നണമെങ്കിൽ ആ വ്യക്തി എന്തായാലും ഒരു മണ്ടച്ചാര് തന്നെ ആയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഒരു മണ്ടനെ പോലെ ജീവിക്കുന്ന മണ്ടൻ അല്ലെങ്കിലും മണ്ടനെ പോലെ കാണിച്ചു കൂട്ടുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംശയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ഇതിലെ മനോജൻ കഥാപാത്രം അത് വിനയ് ഫോർട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട് കേട്ടോ. അയാൾ ശരിക്കും ആ കഥാപാത്രമായിട്ട് തന്നെ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേര് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വായും പൊളിച്ച് കുറേ ചിരിച്ചുകൊണ്ടിരുന്നു. കാരണം മണ്ടത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അന്വേഷണവും കാര്യങ്ങളും അതൊക്കെ തന്നെ വെറും മണ്ടത്തരത്തിലൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷെ അതിൽ ഉള്ളിൽ ഒരു യാഥാർത്ഥ്യം പോലെ നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ മണ്ടത്തരത്തിലാണ് പോകുന്നത്. അത് നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരി, മണ്ടൻ ചിരി,
സംസാര രീതി, ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് അങ്ങനെ മൂന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്ക് അദ്ദേഹം കാണിക്കുന്നത് കാണുമ്പോൾ നമുക്കിടയിൽ നമുക്ക് ചുറ്റിലുമുള്ള ഏതോ ഒരു വ്യക്തിയാണ് ഇതിലെ മനോജൻ കഥാപാത്രം എന്ന് നമ്മളെ തോന്നിപ്പിക്കാൻ വിനയ് ഫോർട്ടിന് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്ത രാജേഷ് രവിക്കും സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ സമ്മതിക്കാതിരിക്കാൻ വയ്യ, അത് നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് വിപരീതമായ കഥാപാത്രമാണ് ഷർഫുദ്ദീൻ്റെ ഹാരിസ് കഥാപാത്രം. ഇത് മണ്ടച്ചാരാണെങ്കിൽ മനോജൻ, മറ്റേത് ഹാരിസ് നല്ല വിവരമുള്ള ആളാണ്. അപ്പോൾ ഈ മണ്ടച്ചാർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ ഹാരിസ് കൊടുക്കുന്ന റിയാക്ഷൻ, ആ ഒരു കോമഡി കാര്യങ്ങളൊക്കെ ഷർഫുദ്ദീൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയിൽ നന്നായിട്ട് അഭിനയിക്കാനുള്ള കുറച്ചുകൂടി സാധ്യത വിനയ് ഫോർട്ടിനാണ്. അത് ഗംഭീരമാക്കിയിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ ഷർഫുദ്ദീന് എന്താണോ കഥാപാത്രം കൊടുത്തിരിക്കുന്നത് അത് അദ്ദേഹവും ഗംഭീരമാക്കിയിട്ടുണ്ട്. കാരണം ഒന്നിനൊന്ന് നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നത്തക്ക രീതിയിലാണ് രണ്ടുപേരും തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഷർഫുദ്ദീന് ശരിക്കും പറഞ്ഞാൽ കോമഡിയും കൈകാര്യം ചെയ്യാൻ പറ്റും, അതേപോലെ വളരെ സീരിയസ് ആയ കഥാപാത്രം അദ്ദേഹം നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വില്ലൻ കഥാപാത്രം അദ്ദേഹം നന്നായിട്ട് അദ്ദേഹത്തിന് ഇണങ്ങും. അതിപ്പോൾ ഈ പടക്കളം മൂവിയിലൊക്കെ അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ അഭിനയം കണ്ടിരിക്കാനുണ്ട്. ഈ കഥ ഒരു സുഖമില്ലെങ്കിലും കണ്ടിരിക്കാനുണ്ട്, അതേപോലെ കോമഡിയുമുണ്ട്. പിന്നെ ഈ കഥയിലെ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനോജൻ കഥാപാത്രത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വിമല ലിജുമോൾ, ഇവർ രണ്ടുപേരും കുറച്ച് കറുത്തിരിക്കണം. യഥാർത്ഥത്തിൽ ഇവർ കുറച്ച് നിറമുള്ളവരാണ് റിയലായിട്ട്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പക്ഷേ സിനിമയിൽ ഇവരെ കുറച്ച് കറുപ്പിച്ച് വെച്ചിട്ടുണ്ട് കഥയ്ക്ക് വേണ്ടിയിട്ട്. അതേപോലെ ഇവരുടെ മേക്കപ്പ് അതിലും വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ സംസാരം, ഭാവം എല്ലാം തന്നെ അതിലൊക്കെ തന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂംസ്, മേക്കപ്പ് ആ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്തവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രിയംവദ കൃഷ്ണൻ ഈ സിനിമയിൽ ഒരു മുസ്ലിം ഗേളാണ്. അപ്പോൾ ഫൈസയാണ് കഥാപാത്രം. അപ്പോൾ അവരെ കാണുമ്പോൾ ഒരു മുസ്ലിം ഗേൾ തന്നെ ആണെന്ന് തോന്നത്തക്ക രീതിയിൽ അവർക്ക് വേഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഷർഫുദ്ദീനും. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഇതിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇതിലെ കഥാപാത്രങ്ങളുടെ അഭിനയ മികവും കോമഡിയും അതേപോലെ അവരുടെ മറ്റ് വേഷവിധാനങ്ങളും ഒക്കെ കൊണ്ട് ഒരു ആവറേജ് മൂവിയായിട്ട് തോന്നി. പക്ഷേ എല്ലാവർക്കും ഈ സിനിമ അതുപോലെ തോന്നുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.